പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം. നന്നായി അറിയാവുന്ന ഒരു സഭാസമൂഹത്തിനു വേണ്ടിയാണ് പൗലോസ് ഇത് എഴുതിയത്. കൊരിന്ത് പുരാതന ലോകത്തിലെ ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു. അവിടെ ഗ്രീക്ക് റോമൻ ദേവന്മാർക്ക് ധാരാളം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഇത് ഒരു വലിയ സാമ്പത്തിക കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് പൗലോസ് ഒരു മിഷണറിയായി ഈ തന്ത്രപ്രധാനമായ നഗരത്തിലെത്തി. അവൻ 1.5 വർഷത്തോളം ആളുകളോട് പരിചയപ്പെടുകയും അവരോട് യേശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ചെലവഴിച്ചു. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ യേശുവിന്റെ അനുയായികളായി തീർന്ന് ഒരു സഭാസമൂഹം രൂപീകരിച്ചു. ഇതിനെക്കുറിച്ചെല്ലാം പ്രവൃത്തികളുടെ 18-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിക്കാം. കുറച്ചു കാലത്തിനു ശേഷം പൗലോസ് മറ്റു നഗരങ്ങളിൽ സഭകൾ ആരംഭിക്കുവാൻ പോയി. ആ സമയം കൊരിന്തിലുള്ള സഭയിൽ കാര്യങ്ങൾ ഒട്ടും ശരിയായ വിധത്തിലല്ല പോകുന്നത് എന്നുള്ള വിവരങ്ങൾ അവന് കിട്ടിത്തുടങ്ങി. എല്ലാത്തരം പ്രശ്നങ്ങളും ആ സഭയെ ബാധിച്ചു. അതിനാലാണ് അവൻ ഈ കത്തെഴുതിയത്. അവസാന ആശംസയോടൊപ്പം ഇത് 5 പ്രധാന ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഈ 5 ഭാഗങ്ങൾ പൗലോസ് അഭിസംബോധന ചെയ്യുന്ന 5 പ്രധാന പ്രശ്നങ്ങളുമായി യോജിച്ചിരിക്കുന്നു. അതിനാൽ ഈ കത്ത് വായിക്കുമ്പോൾ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ലഘു ഉപന്യാസങ്ങളുടെ ഒരു ശേഖരം പോലെ തോന്നിയാലും ഇതിൽ എല്ലാ ഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന പ്രധാന ആശയങ്ങളുണ്ട്. ഓരോ വിഭാഗത്തിലും അവൻ ഇതാണ് ചെയ്യുന്നത്. അവൻ പ്രശ്നം വിവരിക്കുന്നു. അതിനുശേഷം സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ആ പ്രശ്നത്തോട് പ്രതികരിക്കുന്നു. സുവിശേഷമെന്നാൽ യേശുവിനെക്കുറിച്ചുള്ള നല്ല വാർത്തയാണ്. അവർ തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചല്ല യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് എന്ന് അവൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കുറിച്ച് സുവിശേഷത്തിന്റെ കണ്ണടയിലൂടെ ചിന്തിക്കാൻ പഠിക്കുന്നതിനെപ്പറ്റിയുള്ളതാണ് ഈ ലേഖനം. പൗലോസ് ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് ആഴത്തിൽ നോക്കാം. സഭയിൽ ഭിന്നത ഉണ്ടെന്നുള്ളതാണ് ആദ്യത്തെ 4 അധ്യായങ്ങളിലെ പ്രശ്നം. ഈ പട്ടണത്തിൽ കടന്നുവന്ന മറ്റു ചില ഉപദേഷ്ടാക്കന്മാരുമുണ്ടായിരുന്നു പൗലോസിന് ശേഷം. അപ്പൊല്ലോസ് എന്നുപേരുള്ള ഒരുവനും പിന്നെ പത്രോസും. ജനം അവരുടെ പ്രിയപ്പെട്ട ഉപദേഷ്ടാവിനെ തിരഞ്ഞെടുത്ത് അവരെ ചുറ്റിപ്പറ്റി പല വിഭാഗങ്ങളായി മാറി. അവർ മറ്റൊരു നേതാവിനെയോ ഉപദേഷ്ടാവിനെയോ ഇഷ്ടപ്പെടുന്ന ആളുകളെക്കുറിച്ച് മോശമായി സംസാരിപ്പാനും അനാദരവ് കാണിപ്പാനും തുടങ്ങി. ഇതിനോടുള്ള പൗലോസിന്റെ പ്രതികരണം പരിഹാസ്യവും മൂർച്ചയുള്ളതുമായിരുന്നു. അവൻ പറയുന്നു, നിങ്ങൾ ഇതിനെ കളിയായി എടുക്കുകയാണോ? സഭ എന്നത് ഒരു ജനപ്രീതി മത്സരമല്ല. യേശുവിനെ കേന്ദ്രീകരിച്ചുള്ള ആളുകളുടെ ഒരു സമൂഹമാണ് സഭ. അതിന്റെ നേതാക്കളും ഉപദേഷ്ടാക്കളും കേവലം യേശുവിന്റെ സേവകർ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു നേതാവിനെ മറ്റൊരാളേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ ഭിന്നിക്കുന്നതും പരസ്പരം മോശമായി സംസാരിക്കുന്നതും യോഗ്യമല്ല. യേശുവും അവൻ ആരാണെന്നും എന്തു ചെയ്തുവെന്നും വിവരിക്കുന്ന സുവാർത്തയാണ് സഭയുടെ കേന്ദ്രം. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പൗലോസ് എടുത്തു സംസാരിക്കുന്നു. സഭയിൽ ധാരാളം ആളുകൾ അധാർമിക ജീവിത രീതിയിലായിരുന്നു. ഒരാൾ രണ്ടാനമ്മയോടൊപ്പം ഉറങ്ങി. മറ്റു പലരും പ്രാദേശിക ക്ഷേത്രങ്ങളിൽ ഗ്രീക്ക് ദേവന്മാരെ ആരാധിക്കുകയും അവിടെ ജോലി ചെയ്തിരുന്ന വേശ്യകളോടൊപ്പം ഉറങ്ങുകയും ചെയ്തു. മാത്രമല്ല, ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളും സഭയിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അതെ, നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. ദൈവത്തിന്റെ കൃപ അളവില്ലാത്തതാണ്, അല്ലേ? അതിനാൽ ഇതൊന്നും സാരമില്ല. എന്നാൽ ഇത് ശരിയല്ലെന്നും സുവിശേഷം അറിഞ്ഞവർക്ക് ഇത്തരത്തിലുള്ള ചിന്ത എത്രത്തോളം തെറ്റാണെന്നും പൗലോസ് കാണിക്കുന്നു. അവൻ പറയുന്നു, ആദ്യമായി നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് ഓർത്തുകൊള്ളുക. ഇത് ലൈംഗിക ദുർനടപ്പ് മൂലമുണ്ടായ തകർന്ന ബന്ധങ്ങളുടെ നാശം ഉൾപ്പെടെയുള്ള പാപങ്ങൾക്കും വേണ്ടിയായിരുന്നു. അതിനാൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ യേശുവിന്റെ സ്നേഹത്തോടും കൃപയോടും നിങ്ങൾ പ്രതികരിക്കുന്ന പ്രധാന മാർഗങ്ങളിലൊന്നാണ് ലൈംഗിക നിർമ്മലത. യേശു ശാരീരികമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ ശരീരവും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുമെന്നും പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. അതായത്, നിങ്ങളുടെ ശരീരത്തെ ഇപ്പോഴും എന്നേക്കുമായി യേശു വീണ്ടെടുത്തിരിക്കുകയാൽ നിങ്ങളുടെ ശരീരത്താൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രാധാന്യമുള്ളതാണ്, വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ തക്കവണ്ണം അത് നിങ്ങളുടേതല്ല. പൗലോസ് ഇക്കാര്യം വളരെ വ്യക്തതയോടെയാണ് പറയുന്നത്. യേശുവിന്റെ ഒരു അനുയായിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ലൈംഗിക പവിത്രതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ വിഷയം ഭക്ഷണത്തെക്കുറിച്ചാണ്. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭക്ഷണം ഇഷ്ടമാണോ അല്ലയോ എന്നിങ്ങനെ ഭക്ഷണത്തിന്റെ വെറും മുൻഗണനയെക്കുറിച്ചല്ല. പ്രാദേശിക ക്ഷേത്രങ്ങളിൽ ഗ്രീക്ക് റോമ ദേവന്മാർക്ക് ബലിയർപ്പിച്ച മൃഗങ്ങളുടെ മാംസമായിരുന്നു കൊരിന്ത്യരെ ഭിന്നിപ്പിച്ച വിഷയം. ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്നതിനെക്കുറിച്ച് യഹൂദരും യഹൂദരല്ലാത്ത ക്രിസ്ത്യാനികളും തമ്മിൽ ഭിന്നതയുണ്ടായി. വീണ്ടും സുവിശേഷത്തിൽ നിന്ന് ചില പ്രധാന ആശയങ്ങൾ പൗലോസ് പ്രതിപാദിക്കുന്നു. പ്രഥമവും പ്രധാനവുമായി നമ്മുടെ കൂറ് കർത്താവ് എന്ന നിലയിൽ യേശുവിനോടാണ്, മറ്റേതെങ്കിലും ദൈവത്തോട് അല്ല എന്ന് അവൻ പറയുന്നു. അതിനാൽ നിങ്ങൾ മറ്റൊരു ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന മാംസം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ നിരീക്ഷിച്ച്, അതാ നോക്കൂ, ക്രിസ്ത്യാനികൾ യേശുവിനെ ആരാധിക്കുന്നു, അവർക്ക് മറ്റു ദൈവങ്ങളെയും ആരാധിക്കാൻ കഴിയുന്നു എന്ന് പറയാൻ ഇടയുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ മാംസം കഴിക്കരുത് എന്ന് പൗലോസ് പറയുന്നു.
യേശുവിനോടാണ് നിങ്ങളുടെ വിശ്വസ്തത. ജനങ്ങളെ നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കണം, അവരെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്നാൽ പൗലോസ് പെട്ടെന്ന് ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ശ്രദ്ധിക്കുക, ആ മൃഗമുൾപ്പെടെ സകലത്തിൻ്റെയും സൃഷ്ടാവ് ദൈവമാണ് എന്ന് ക്രിസ്ത്യാനികളായ നാം വിശ്വസിക്കുന്നു. മാത്രമല്ല, ക്ഷേത്രവിഗ്രഹങ്ങൾ വെറും മരവും കല്ലും മാത്രമാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പ്രവൃത്തികളെ തെറ്റിദ്ധരിക്കാൻ ചുറ്റിലും ആരും ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് വിശക്കുന്നുവെങ്കിൽ തിന്നുക. ക്രിസ്തുവിലുള്ള ഒരു പുതിയ മനുഷ്യനെന്ന നിലയിൽ ഇത്തരം തർക്കവിഷയങ്ങളിൽ നിങ്ങളുടെ മനസ്സാക്ഷിയെ പിന്തുടരാൻ നിങ്ങൾ സ്വതന്ത്രനാണ്. അതിനാൽ ഒരു സാഹചര്യത്തിൽ അത് ഭക്ഷിക്കാൻ യോഗ്യമാകുന്നതും മറ്റൊരു സാഹചര്യത്തിൽ യോഗ്യമല്ലാതാകുന്നതും എങ്ങനെയാണ്? അടിസ്ഥാന തത്വം സ്നേഹമാണ്. സ്നേഹം സ്വയം നിഷേധിക്കുകയും മറ്റുള്ളവരുടെ ക്ഷേമത്തെ അന്വേഷിക്കുകയും ചെയ്യും. സ്നേഹം, ദൈവസ്നേഹമാണ് സുവിശേഷത്തിന്റെ ഉൾക്കാമ്പ്. യേശു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ ചെയ്തത് അതാണ്. അതിനാൽ ക്രിസ്ത്യാനികൾ മറ്റുള്ളവർക്കായി ചെയ്യേണ്ടതും അതുതന്നെ എന്ന് പൗലോസ് പറയുന്നു. 11 മുതൽ 14 വരെ അധ്യായങ്ങളിൽ അവരുടെ ആഴ്ചതോറുമുള്ള ആരാധനാ യോഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ പൗലോസ് അഭിസംബോധന ചെയ്യുന്നു. കൂടിവരവിൽ ശക്തമായ ആത്മീയ അനുഭവങ്ങളുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർ അജ്ഞാത ഭാഷകളിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. മറ്റു ചിലർ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു വാക്ക് പങ്കിടാനോ പഠിപ്പിക്കാനോ തുടങ്ങുമ്പോൾ ആരെങ്കിലും എഴുന്നേറ്റ് തങ്ങൾക്കും പങ്കിടണം എന്ന് പറഞ്ഞ് അവരെ തടസ്സപ്പെടുത്തും. ഇതെല്ലാം ശരിക്കും കുത്തഴിഞ്ഞ രീതിയിലായിരുന്നു. ഇത് ജനത്തിന്റെ, പ്രത്യേകിച്ച് സന്ദർശകരുടെ സുവിശേഷം കേൾക്കുന്നതിലുള്ള ശ്രദ്ധയെ മാറ്റിക്കൊണ്ടിരുന്നു. അതിനാൽ ഈ അധ്യായങ്ങളിൽ ആദ്യം കൂടിവരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ചിന്തിക്കാൻ പൗലോസ് അവരെ സഹായിക്കുന്നു. അങ്ങനെ ഏതുതരം പെരുമാറ്റങ്ങളാണ് ഉചിതമെന്ന് കാണാനും പൗലോസ് അവരെ സഹായിക്കുന്നു. കൂടിവരവ് എന്നത് ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരിലൂടെയും പ്രവർത്തിക്കേണ്ട ഒരു സ്ഥലമാണെന്നും ആ പ്രവൃത്തി ഒരു ഏകീകൃതമായ രീതിയിൽ നടക്കണമെന്നും അവൻ പറയുന്നു. സഭയെ മനോഹരമായ രീതിയിൽ ഒരു മനുഷ്യ ശരീരമായി പൗലോസ് ഇവിടെ രൂപകൽപ്പന ചെയ്യുന്നു. ശരീരം ഒന്നാണ്, പക്ഷേ അതിൽ പല വ്യത്യസ്ത ഭാഗങ്ങളുമുണ്ട്. ഓരോ ഭാഗവും പ്രത്യേകതയുള്ളതും പ്രധാനപ്പെട്ടതുമായ ഒരു പങ്ക് വഹിക്കുന്നു. സഭയെ പടുത്തുയർത്തുന്നതിനായി ആത്മാവ് ഈ വ്യത്യസ്ത ആളുകളിലൂടെ ചെയ്യുന്ന ഒരു കൂട്ടം കാര്യങ്ങളെ അവൻ എടുത്തു പറയുന്നു. സഭയെ പടുത്തുയർത്തുക എന്നത് ഈ അധ്യായങ്ങളിലെ ഒരു പ്രധാന പദപ്രയോഗമാണ്. സുവിശേഷത്തിന്റെ കേന്ദ്രവിഷയമായിരിക്കുന്ന ദൈവസ്നേഹമായിരിക്കണം കൂടിവരവിൽ ഏറ്റവും ഉയർന്ന മൂല്യം എന്നതാണ് പൗലോസിന്റെ നിഗമനം. ഈ അധ്യായങ്ങളിലെ ഒരു പ്രധാന പദവും സ്നേഹം തന്നെയാണ്. കൂടിവരവിലുള്ള ഓരോ വ്യക്തിയും തങ്ങളുടെ പങ്ക് മറ്റുള്ളവരെ സേവിക്കുന്നതിനും അവരുടെ ക്ഷേമത്തിനായും ഉപയോഗിക്കുവാൻ സ്നേഹം പ്രേരിപ്പിക്കും. കൊരിന്ത്യരുടെ പ്രശ്നങ്ങളിൽ പൗലോസ് ഇതെല്ലാം പ്രയോഗിക്കുന്നു. കൂടിവരുന്നതിന്റെ ഉദ്ദേശം തീവ്രമായ ആത്മീയ അനുഭവങ്ങൾ പ്രാപിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളത് സംസാരിക്കാനുള്ള അവസരം കിട്ടുകയോ ആണെന്ന് ചിലർ കരുതുന്നു. പൗലോസ് പറയുന്നു, നോക്കൂ, ശക്തമായ പ്രാർത്ഥനാ അനുഭവങ്ങൾ എനിക്ക് ഏറെ ഇഷ്ടമാണ്. പക്ഷേ അത് മറ്റുള്ളവരെ വ്യതിചലിപ്പിക്കുകയോ അവർക്ക് ഇടർച്ച ഉണ്ടാക്കുകയോ ചെയ്താൽ ഞാൻ അത് നിർത്തണം. കാരണം ഞാൻ ആ ആളുകളെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ തന്നെ സ്നേഹിക്കുന്നു. യേശുവിനെ കേന്ദ്രീകരിച്ചുള്ള കൂടിവരവ് ചിട്ടയായി നടക്കണം. അങ്ങനെ എല്ലാവർക്കും പഠിക്കാനും പാടാനും ആരാധിക്കാനും ദൈവശബ്ദം കേൾക്കാനും ഇടയാകും. പൗലോസ് പ്രതിപാദിക്കുന്ന അവസാന പ്രശ്നം യേശുവിന്റെ പുനരുത്ഥാനവും യേശുവിന്റെ അനുയായികളുടെ ഭാവി പ്രത്യാശയുമാണ്. പുനരുത്ഥാനം എന്ന ആശയം പരിഹാസ്യമാണെന്നും ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ ഇതിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും പറയുന്ന ചില ആളുകൾ സഭയിൽ ഉണ്ടായിരുന്നു. ഇതിനെതിരെ പൗലോസ് ശക്തമായി പ്രതികരിക്കുന്നു. പുനരുത്ഥാനം സുവിശേഷത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ആരംഭിക്കുന്നത്. റോമാക്കാർ യേശുവിനെ പരസ്യമായി വധിച്ച ശേഷം അവനെ ഭൗതിക ശരീരത്തിൽ ജീവനോടെ കണ്ട 100 കണക്കിന് ദൃക്സാക്ഷികളുള്ള കാരണത്താൽ നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. പൗലോസ് പറയുന്നു, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ അവന്റെ മരണം അർത്ഥശൂന്യമായിരുന്നു. നാം എല്ലാവരും ഇപ്പോഴും നമ്മുടെ പാപത്തിലും സ്വാർത്ഥതയിലും നഷ്ടപ്പെട്ടവരാണ്. നാം ക്രിസ്ത്യാനികളായി ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. അനന്തരം പൗലോസ് വിശദമായി എങ്ങനെയാണ് യേശുവിന്റെ പുനരുത്ഥാനം മരണത്തിന്മേലും തിന്മയുടെ മേലും ഉള്ള വിജയമായതെന്നും ഇപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ജീവന്റെയും ശക്തിയുടെയും ഉറവിടമാകുന്നതെന്നും എങ്ങനെയാണ് ഇത് മുഴുലോകത്തിന്റെയും ഭാവി പ്രത്യാശയുടെ വാഗ്ദാനമാകുന്നത് എന്നും കാണിക്കുന്നു. നമുക്കുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് യേശുവിനെ കേന്ദ്രീകരിച്ചുള്ള ഐക്യത്തിന്റെ ഒരു കാരണം. ലൈംഗിക നിർമ്മലതയ്ക്ക് പ്രചോദനം നൽകാനുള്ള കാരണം ഇതാണ്. നമ്മേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ശക്തിയുടെ ഉറവിടമാണിത്. ആത്യന്തികമായി നമ്മുടെ മരണത്തിന്മേലുള്ള വിജയത്തിന്റെ പ്രതീക്ഷയാണിത്. അങ്ങനെ പൗലോസ് സമാപന വാക്കുകളായി പറയുന്നു, ആകയാൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടുവെന്ന് നമ്മൾ ഉറപ്പായി വിശ്വസിക്കുന്നു. അതിനർത്ഥം സുവിശേഷം വെറും ധാർമ്മിക ഉപദേശമോ സ്വകാര്യ ആത്മീയതയ്ക്കുള്ള നിർദ്ദേശക്കുറിപ്പോ അല്ല.
ഇത് യേശുവിനെക്കുറിച്ചുള്ള ഒരു പുതിയ യാഥാർത്ഥ്യം തുറക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ഇതാണ് കൊരിന്ത്യർ 1 ലേഖനത്തിന്റെ ഉദ്ദേശം. സുവിശേഷത്തിന്റെ കണ്ണാടിയിലൂടെ ജീവിതത്തിന്റെ ഓരോ ഭാഗവും കാണുക.